ഹലോ, എല്ലാവർക്കും ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണീസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ചോക്ലേറ്റ് ബ്രൗണീസ് സ്ക്വയർ പാനിലാണ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പാനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേത്ത് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിൽ ഞാൻ 225 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 225 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു 125 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് മിക്സ്ചർ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 4 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ പകുതി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വാനില എസൻസ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 75 ഗ്രാം നല്ല ക്രഷ് ചെയ്ത് പിസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സോ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലോട്ട് ഈ മിക്സ്ചർ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എല്ലാം ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. അതിനുശേഷം പുറത്തെടുത്ത് ഇതുപോലെ ടൂത്ത് പിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ക്ലീനായി വന്നിട്ടുണ്ട്, അത് ബേക്കായി. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ഞാനത് ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ബ്രൗണി ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിനുള്ളിൽ കുറച്ച് നല്ല മോയ്സ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലെയർ പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ ബ്രൗണീസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.